മേഘ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മേഘ് നിറയെ ഫ്ലവർ വരും മേഘിൽ. ഇതാ കണ്ടല്ലേ, മുട്ടുകളാണ് ഇതിലൊക്കെ. ഇതൊക്കെ മുട്ടാണ്. നമുക്ക് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഫ്ലവർ കിട്ടും. കാണാം, ഫ്ലവറാണ് അധികം വേണ്ടത് ചിലർക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിന് പറ്റിയൊരു വെറൈറ്റിയാണ് മേഘ്. എപ്പോഴും ഫ്ലവർ കിട്ടാറുണ്ട് ഇതിൽ. ഉണ്ടാകുമ്പോൾ ഒരുപാടുണ്ടാവും മുട്ടുകളൊക്കെ വന്നിട്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല അനുസരിച്ചിട്ടുള്ളതാണ്. നല്ല വെറൈറ്റിയാണ്, ട്രോപ്പിക്കലായിട്ടുള്ളത്. നിറയെ ഫ്ലവർ കിട്ടും ഇതിൽ. നല്ല ഇത്തിരി വിരിയിച്ച് കൊടുക്കാൻ ഇത്തിരി കൂടി ഡാർക്ക് കളറിൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ തനിയെ അങ്ങോട്ട് വിരിഞ്ഞതാണ്, അതാണ് ഇങ്ങനെ ഒരു കളറ്. ഇതിനൊന്നും ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. രാസവളമൊന്നും കൊടുത്തിട്ടില്ല. ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാണകപ്പൊടി കൊടുത്തിട്ട് പിന്നെ സാധാരണ മണ്ണാണ് വെച്ച് ഇട്ട് കൊടുത്തത്. വീട്ടിലത്തെ മണ്ണ് തന്നെയാണ്. കല്ലില്ലാത്ത മണ്ണിട്ട് കൊടുക്കുക. ലോട്ടസ് നടുന്ന ആൾക്കാർ എപ്പോഴും കല്ലില്ലാത്ത മണ്ണ് വെച്ചിട്ട് കൊടുക്കണം. കല്ലുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തണലിൽ ഒരിക്കലും വെക്കരുത്. നല്ല വെയിൽ വേണം. ലോട്ടസിന് നല്ല വെയിലാണ് ആവശ്യം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ വരുള്ളൂ. ചിലവരുണ്ടല്ലോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അരികിൽ കൊണ്ടുവയ്ക്കും. അത് പാടില്ല. അരികിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേഗം നശിച്ചു പോവുകയും ചെയ്യും. പൂക്കൾ കിട്ടില്ല. അതേപോലെ വലിയ ഇലയിട്ട് നിൽക്കുള്ളൂ. പൂക്കൾ കിട്ടണമെങ്കിൽ നല്ല തുറസായ സ്ഥലത്ത്, നല്ല എത്ര വെയിൽ കിട്ടുന്നോ അത്രയും വെയിലുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കണം. ഇപ്പോൾ മഴ പെയ്യുന്ന സമയമായത് കാരണം കൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ ചോട്ടിലും വെക്കാൻ പാടില്ല. മരത്തിൽ നിന്നൊക്കെ വലിയ കനത്തിൽ വെള്ളം വന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെടി ചീഞ്ഞ് പോവും. ഇലകളിലേക്കൊക്കെ അങ്ങനെ തട്ടിയിട്ട് ഇലകളൊക്കെ കേടുവന്ന് പോവും പൂക്കളും. അപ്പോൾ തുറസായ സ്ഥലത്ത് തന്നെ വെക്കണം, അരികിലൊന്നും വെക്കാതെ. അപ്പോൾ നിറയെ ഫ്ലവർ കിട്ടും. ലോട്ടസിന് മഴ ഒന്നുമില്ല, എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. മഴയും വെയിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും. ലോട്ടസിനും ആമ്പലിലൊക്കെ അങ്ങനെയാണ്. ഇതിൽ ഒച്ചിൻ്റെ ശല്യമാണ് അധികം വരിക. ഈ ലോട്ടസിലും ആമ്പലിലൊക്കെ അങ്ങനെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ ഇത് കാരണം കൊണ്ട് എപ്പോഴും തന്നെ ഒച്ച് വരും. പക്ഷെ താമരയിൽ അധികം ഉണ്ടാവില്ല. അധികം ആമ്പലിലാണ് അധികം ഉണ്ടാവുക. അതിലാണ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലീഫ് ഉണ്ടല്ലോ, ഈ ക്യാബേജിൻ്റെ ലീഫൊക്കെ അതിൽ കൊടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ഈ ഒച്ചൊക്കെ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ലീഫ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറേ ഒച്ച അങ്ങനെ പോയി കിട്ടും. പിന്നെ തുരിശ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ, അത് മേടിക്കാൻ കിട്ടും. അത് ഒറ്റിച്ച് കൊടുത്താലും കുറച്ച് പാടുള്ളൂ. കുറേയൊക്കെ ഒച്ച അങ്ങനെ പോവും. പക്ഷെ അപ്പം തന്നെ വെള്ളം മാറ്റിയിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ചെടികൾക്ക് കേടാണ്. തുരിശ് അങ്ങനത്തെ രാസം പോലത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചെടി കേട് വരും. അതുപോലെ ശ്രദ്ധിക്കണം. ഈ മുട്ടെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് ഈ പഴയ ഇലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഈ ഇലകളും പൂക്കളൊക്കെ പറിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും മുട്ടും പൂക്കളും കിട്ടും. ഇതൊരു സാധാരണ എല്ലാതും ഒരു നവംബർ വരെ കിട്ടുക. അത് കഴിഞ്ഞാൽ ഡോർമെൻ്റ് ആവും. ഇത് അപ്പോഴും എനിക്ക് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നല്ലൊരു വെറൈറ്റിയാണ്. നവംബർ കഴിഞ്ഞാൽ ഡോർമെൻറ്റിലേക്ക് ആവുമല്ലോ എല്ലാ ലോട്ടസും. ആ ടൈം ആകുമ്പോൾ നമുക്ക് റീപോർട്ട് കൊടുക്കുക. റീപോർട്ട് കൊടുക്കാൻ തീരെ പറ്റാത്ത ആൾക്കാർ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം DAP NPK വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പൂക്കൾ കിട്ടും ഇതിലൊക്കെ. ഇങ്ങനത്തെ വെറൈറ്റീസിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട് ട്രോപ്പിക്കലായിട്ടുള്ളത്. നിറയെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റീസ്. പിന്നെ മഴ ടൈമിലാണ് അധികം പുഴുക്കൾ വരിക. പുഴുവിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് ഇലകളിലൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം പുഴുവിനെടുത്ത് കൊല്ലുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നല്ല ചെടി നശിപ്പിച്ച് കളയും. ഇപ്പോൾ കാണുന്ന പുഴുക്കളിലേക്ക് നമ്മൾ എടുത്ത് കൊല്ലണം. അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പിന്നെ ഇല ചുരുളിച്ച അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അപ്പം മാജിക് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുണ്ടല്ലോ, കുറച്ചെടുത്ത് ഒരു തുള്ളിയൊക്കെ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ രോഗങ്ങൾ മാറിക്കിട്ടും മാജിക്കിലൊക്കെ. പിന്നെ കൊതുക് വരാതിരിക്കാൻ വേണ്ടി അസോളൊക്കെ ഇട്ട് കൊടുക്കുക. അസോളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കൊതുവിന് മുട്ടിടാൻ പറ്റില്ല. അപ്പോൾ അധികം അങ്ങനെ അതിലൊന്നും വരില്ല. കുറേ ആകുമ്പോൾ അസോളം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുപോലെ അതൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഗപ്പിയൊക്കെ ഇട്ട് കൊടുക്കണം കൊതുകുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മഴ ടൈമിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക, അധികം കൊതുവിൻ്റെ ശല്യമൊക്കെ. അതൊക്കെ നോക്കണം, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ പഴയ ലീഫൊക്കെ മുറിച്ച് കൊടുക്കുക. ഇടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിടക്കും പോട്ട്. അല്ലെങ്കിൽ വേഗം വെള്ളമൊക്കെ നശിച്ച് കറുത്ത കളറാവുള്ളൂ.